നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നാളെ നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടി PSC 2025 നടത്തിയ 10th പ്രിലിംസ് ചോദ്യങ്ങളുടെ ഡിസ്കഷനും അനുബന്ധ വിവരങ്ങളുമാണ് ഈ ക്ലാസ്. എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് പോക്കോ. ഒരു 2-3 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടി പുതിയ ബാച്ച് കോഴ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അഡ്മിഷൻ ഓപ്പൺ ആണ്. കുറച്ച് സീറ്റും കൂടെ ഉള്ളേ. അപ്പോ അഡ്മിഷൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി LGS ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ബാച്ചുകളാണ്. പുതിയ ബാച്ചുകളാണ്. 1-2 ദിവസമേ ആയിട്ടുള്ളൂ. ഇത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുക്കാത്തവർ ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തോളാം. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാവേ. അപ്പോ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 7ാമത്തെ പട്ടികയിലാണ്. അതായത് യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്. എന്താ ഈ സമവർത്തി ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് 7ാം പട്ടികയിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് PSC കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാരങ്ങളുടെ വിഭജനം പരാമർശിക്കുന്നു എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ അഥവാ എത്ര പട്ടികകളാണുള്ളത്? 12 പട്ടികകളാണുള്ളത് എന്ന് ഓർക്കുക. അതിൽ ആദ്യത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ്? ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. രണ്ടാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രപതി, ഗവർണർ, രാജ്യസഭാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജഡ്ജിമാർ, അതുപോലെ കോംട്രോളർ, ഓഡിറ്റർ ജനറൽ ഇവരുടെ പ്രതിമാസ വേതനത്തെ കുറിച്ചാണ് രണ്ടാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പട്ടികയിലോ സത്യപ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. സത്യപ്രതിജ്ഞകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? മൂന്നാമത്തെ പട്ടിക. നാലാമത്തെ പട്ടികയിൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച വിഷയമാണ്. അഞ്ചാമത്തെ പട്ടികയിൽ എന്താ ഉൾപ്പെട്ടിരിക്കുന്നത്? പട്ടിക പ്രദേശങ്ങളുടെയും ഗോത്ര വർഗങ്ങളുടെയും ഭരണ നിയന്ത്രണം സംബന്ധിച്ച വിഷയമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആറാമത്തെ പട്ടികയിലോ അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ള വ്യവസ്ഥകളാണ് ആറാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏഴാമത്തെ പട്ടിക ഓൾറെഡി പറഞ്ഞു. 7 തിരിച്ചിട്ടായി എന്ന് വായിച്ചൂടെ? അപ്പൊ ലിസ്റ്റിനെ പറ്റി യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് 7ാം പട്ടിക. എട്ടാമത്തെ പട്ടിക എന്താണ്? അതും എപ്പോഴും ചോദിക്കാറുണ്ട്. ഭാഷകളെ കുറിച്ചാണ്. ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെ സംബന്ധിച്ച വിവരങ്ങളാണ് 8ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 9ാമത്തെ പട്ടികയോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ ഭൂമി പതിച്ചുകൊടുക്കൽ, ഭൂനികുതി, റെയിൽവേ, വ്യവസായങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള നിയമങ്ങളും ഉത്തരവുകളുമാണ്. 10ാം പട്ടിക എപ്പോഴും ചോദിക്കാറുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം. ഓർത്തിരിക്കുക. കൂറുമാറ്റ നിരോധന നിയമം എത്രാമത്തെ പട്ടിക? 10ാമത്തെ പട്ടിക. 11ാമത്തെ പട്ടികയിൽ അതും ചോദിക്കാറുണ്ട്. പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവും. 12ഉം ചോദിക്കാറുണ്ട്. നഗരപാലിക അഥവാ മുനിസിപ്പാലിറ്റി സംവിധാനം. നഗരപാലിക സംവിധാനത്തെ സംബന്ധിച്ചാണ് ഏതിനകത്തെ പ്രതിപാദ്യ വിഷയം? 12ാം പട്ടിക. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂളുകൾ അഥവാ പട്ടികകൾ. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ശരി. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തി. ശരി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. ശരി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ശരിയാണ്. അപ്പോ ഉത്തരം എന്താണ്? എല്ലാം ശരിയാണ് എന്നതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. നോക്കാം. കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്ഥി സുബ്ബ,
ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള, കൂടിയാട്ടം ഗുരു മണി മാധവ ചാക്യാർ. അപ്പോ ഗുരു മണി മാധവ ചാക്യാർ ആണ് കൂടിയാട്ടം എന്ന് കിട്ടിയാൽ തന്നെ ഓപ്ഷൻ എയിലേക്ക് എത്തിക്കൂടെ? നാലാമത് നോക്കൂ, 3 ബന്ധപ്പെട്ടിരിക്കുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോ അത് കിട്ടിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവയാണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ബാക്കി എല്ലാം ഉൾപ്പെടുന്നു. വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. അടുത്ത ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏത്? കോഴിക്കോടാണ്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ, അതായത് ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്ത്? ഞാൻ കറണ്ട് അഫയേഴ്സിൽ പഠിപ്പിച്ചതാണ്. ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം എന്നതാണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? സിന്ധുവിന്റെ പോഷക നദികൾ ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. സിന്ധു അഥവാ ഇൻഡസ് ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു നദി. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു ആണ്. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദിയും സിന്ധു ആണെന്ന് ഓർക്കുക. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങൾ ഏതൊക്കെയാണ്? സിന്ധു, രവി എന്നീ നദീതീരങ്ങളിലായിട്ടാണ് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയാണ്. സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെ? സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 7 നദികളാണ് സപ്ത സിന്ധു എന്ന് അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത് ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ്? ചില്ലാറിൽ വെച്ചിട്ടാണ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത്, അഥവാ പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സത്ലജ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ബിയാസ് ആണ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. റാബി നവംബർ മധ്യത്തിലാണ് വിള ഇറക്കുന്നത് എന്ന് ഓർക്കുക. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? റൂർക്കേലയാണ്. റൂർക്കേല, ജർമ്മനി റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏത്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നതാണ് ഉൾപ്പെടാത്തത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഏതൊക്കെയാണ്?
ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹണ്ടർ കമ്മീഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചതാര? ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്. ഇനി സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം മുഖ്യ ലക്ഷ്യമാക്കിയ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വർഷം 1948-49 ആണെന്ന് ഓർക്കുക. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വർഷം ഏതാണ്? 1952 ആണ്. ഈ കമ്മീഷനാണ് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ആണ്. കോത്താരി കമ്മീഷൻ വർഷം അറിയോ? 1964 ആണ്. 1964-66 ആണ് കോത്താരി കമ്മീഷന്റെ കാലഘട്ടം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ ആണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തു. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നും ശുപാർശ ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂരാണ്, നോർത്ത് പറവൂർ. അടുത്ത ചോദ്യം. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഇവിടെ കുമാരഗുരുദേവൻ സമത്വ സമാജം, അതാണ് തെറ്റ്. കുമാരഗുരുദേവൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വർഷം 1836. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ആനി ബസന്റ് ആണ്. മിസസ് ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര. വർഷമേത? 1922 ഫെബ്രുവരി മാസം 5. ഗാന്ധിജി ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാരാ? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിനെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക്. ഇദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച ആ ദിവസം അന്തരിച്ച നേതാവ് കൂടിയാണ് തിലക്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏത്? നീതി ആയോഗ്. നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ദാദാഭായി നവറോജിയാണ്. ദാദാഭായി നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ജസ്റ്റിസ് ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്കയിലാണ്. ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജെട്ടി. ദാറ്റ് ഈസ് BD ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 51(4) രാജ്യസഭയുടെ അധ്യക്ഷനും
ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ബാക്കി മൂന്നും ശരി. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്താണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ എന്നിവർ അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് ഓർക്കുക. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആര്? ശ്രീ വി ഹരി നായർ ആണ്. ശ്രീ വി ഹരി നായർ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ഗോവയാണ്. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? അനുച്ഛേദം 39B. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയിലാണ് സ്ഫടികമണൽ സമ്പന്നമായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ 1940 മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 കായലുകളാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ നടക്കുന്നതും പാലക്കാട് ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കല്ലടയാണ്. കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ നിർമ്മിച്ചിരിക്കുന്നത്. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്ത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡ് ആണ്. ഗിഫോർഡ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. വാഗൻ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10 ആണ്. അത് ഓപ്ഷനിൽ ഇല്ല. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് പാലിയം സത്യാഗ്രഹവുമാണ്. പാലിയം സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? മഞ്ച് 5. 5 മഞ്ച് ഓർത്താൽ മതി. 5. അഞ്ചാമത്തതാണ് മഞ്ചേരിയിൽ 1920 നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ് ഒരേ വർഷം ജനിച്ചവർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? കാസർഗോഡ് ജില്ലയിൽ നടന്നത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? മലബാറിൽ AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? PRDS കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ശരീര തുലനനില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര? വാൾട്ടർ ജി റോസൻ ആണ്. വാൾട്ടർ ജി റോസൻ. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയം ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. ഏതാണത്? K ആണ്. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം K. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏത്? ജീവകം K ആണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു.
ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? മഞ്ഞപ്പനി വൈറസ് ആണ് പരത്തുന്നത്, വൈറസ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണേ. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽ പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം. ഷുഗർ ആണ്, ഷുഗർ ഗ്ലൂക്കോമീറ്റർ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ മധുരം ഓർത്താൽ മതി, വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി എന്നത് ഹൃദയമാണ്, ഹൃദയം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? കൂടുതൽ വേഗത്തിൽ ഖരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയവയിൽ നിന്നും കണ്ടെത്തുക. ജൂളാണ് ഊർജം, ജൂളാണ് അളവ്, ഊർജത്തിന്റെയും യൂണിറ്റ് ജൂളാണ്. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? JJ തോംസൺ. റുദർഫോർഡ് ആണ് സോളാർ സിസ്റ്റം മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. ചലിക്കും ചുരുൾ മൈക്രോഫോൺ, ദാറ്റ് ഈസ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ഇതിൽ നടക്കുന്ന ഊർജ മാറ്റം എന്ത്? ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ചുവടെ കൊടുത്തവയിൽ നിന്നും സദിശ അളവ്, അതായത് ദിശയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള അളവ് ഏതാ? സദിശ അളവ് പ്രവേഗമാണ്, വെലോസിറ്റി. ദൂരം, വേഗം, സമയം ഇവയൊക്കെ അദിശ അളവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. എറിത്രോസിൻ എന്തിനാണ്? റെഡ് കളർ കൊടുക്കാനാണ്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സ്ഥിരം ചോദ്യം. സിങ്ക്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം ആണ്, പൊട്ടാസ്യം. ഓക്കെ, അപ്പൊ നമ്മൾ 100-ലധികം ഫാക്ട്സ് ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2-3 മാർക്കിനുള്ളത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവാ. ഇനിയും പറ്റിയാൽ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കാം. ക്ലാസ് നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് ബാച്ചുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാമേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്